ബംഗ്ലാദേശിൽ സംഭവിച്ചത് നാമെല്ലാം കണ്ടതാണ്. ആദ്യം കോട്ട വിരുദ്ധ സമരമെന്ന നിലയിൽ വിദ്യാർത്ഥികൾ ആരംഭിച്ച ഒരു സമരം പിന്നീട് അത് ഒരു പ്രക്ഷോഭമായി മാറുന്നു. മറ്റ് പാർട്ടികളും സംഘടനകളും കടന്നതോടുകൂടി അത് കലാപമായി മാറുന്നു. ഭരണാധികാരി തന്നെ നാട് വിട്ടുപോകുന്നു. എങ്ങും അഗ്നിഗോളങ്ങൾ പടർത്തിക്കൊണ്ട് കലാപമായി ഒരു പ്രത്യേക സമുദായങ്ങളെ തിരഞ്ഞുപിടിച്ച് കൊല്ലുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്ന ഒരു വലിയ കലാപം. അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ സർവ്വതും നശിച്ച് നാശോന്മുഖമായി മാറുന്ന ഒരു കാഴ്ച നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ നാം കണ്ടെങ്കിൽ സമാനമായി തന്നെ മറ്റൊരു കലാപത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് പാകിസ്ഥാനിൽ. നാളെ പാകിസ്ഥാനിലെ പ്രതിപക്ഷ പാർട്ടികൾ 6 പ്രധാനപ്പെട്ട പാർട്ടികൾ ചേർന്ന തെഹ്രീക് തഹാഫുഡ് ഐൻ പാകിസ്ഥാൻ TTAP എന്ന് പറയുന്ന ഒരു ബാനറിൻ്റെ കീഴിൽ ഒരു വലിയ പ്രകടനമാണ് ഇസ്ലാമാബാദിൽ ആഹ്വാനം നൽകിയിരിക്കുന്നത്. ഈ പ്രകടനത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഭരണഘടന പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് പ്രധാന മുദ്രാവാക്യം. ഇതിൽ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട്. ഒരു വലിയ പ്രകടനം തന്നെയാണ്. ഈ പ്രകടനം ഒരു പ്രക്ഷോഭമായി മാറുമോ, കലാപമായി മാറുമോ, പാകിസ്ഥാനിൽ എന്താണ് സംഭവിക്കുക എന്ന് അയൽരാജ്യമായി ഇന്ത്യ സാഗൂതം നിരീക്ഷിക്കുന്നു. ഒപ്പം തന്നെ മറ്റു രാജ്യങ്ങൾ നിരീക്ഷിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് നാളെ നടക്കുന്ന ഒരു പ്രകടനമെന്ന് പറയേണ്ടി വരും. കാരണം ബംഗ്ലാദേശിൽ ഇപ്പോൾ അവിടെ അധികാരത്തിൽ എത്തിയിരിക്കുന്നത് ഇന്ത്യയുമായി ഒരു നല്ല ബന്ധത്തിന് പോകാൻ കഴിയാത്ത, അല്ലെങ്കിൽ അവർക്ക് ശ്രമിക്കാത്ത ഒരു ഭരണകൂടമാണ്. അത്തരത്തിൽ അസ്ഥിരപ്പെട്ടു പോയിരിക്കുന്നു ബംഗ്ലാദേശിൻ്റെ ഭരണകൂടം എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതിന് സമാനമായി തന്നെ പാകിസ്ഥാനിൽ വരികയാണെങ്കിൽ അത് ഇന്ത്യയെ കൂടുതൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം, ബംഗ്ലാദേശിലെ ജയിലറുകളെല്ലാം തുറന്നു വിട്ടുകൊണ്ട് ആയിരക്കണക്കിന് ഈ ഭീകരന്മാരെയും തീവ്രവാദികളെയും ഒക്കെയാണ് ഈ സമരക്കാർ മോചിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളവരൊക്കെ അതിർത്തി കടന്നു വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. അത്തരത്തിൽ പാകിസ്ഥാനിൽ എന്തെങ്കിലും നീക്കം അതൊരു വലിയ പ്രക്ഷോഭമായിട്ടോ ബംഗ്ലാദേശിലെ പോലെ ഒരു കലാപമായോ മാറുമോ എന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.